ഗാസയോർത്ത് കരയുകയാണ്. പോയ വാരം കണ്ടത് സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതിയുടെ നെഞ്ചുനീറ്റുന്ന കാഴ്ചകളാണ്. മധ്യപൂർവ്വ ദേശമാകെ സംഘർഷത്തിൽ ഉഴലുമ്പോൾ ട്രംപിന്റെയും പുടിന്റെയും ഒക്കെ ചില നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി കണ്ടു. നന്മ പറ്റിയ ലോക കാഴ്ചകളാണ് ഈ വാരവും അവശേഷിപ്പ്. ആശങ്കപ്പെടുത്തുന്ന ലോക രാഷ്ട്രീയത്തിന്റെ കാഴ്ചകളിലേക്ക് ഭൂലോകത്തിലേക്ക് സ്വാഗതം. ഒരു ജനതയെ ആകെ അവരുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഇസ്രായേൽ. ഈ കൊടിയ ക്രൂരത കണ്ട് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ് ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന പലസ്തീനപ്പുറമുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം. കുറ്റവാളികൾ ഇസ്രായേൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കൂടിയാണ്. ഇങ്ങനെ മൗനം തുടരുന്ന ഈ നരനായാട്ടിന് മൗനസമ്മതം നൽകുന്ന, ആയുധങ്ങളും മറ്റ് പിന്തുണയും രഹസ്യമായി നൽകുന്ന ഓരോരുത്തരും കുറ്റക്കാരാണ്. നോക്കൂ, ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അംഗവൈകല്യം സംഭവിച്ച കുട്ടികൾ എവിടെയാണെന്നറിയാമോ? അതങ്ങ് ഗാസയിലാണ്. യൂണിസെഫിന്റെ ഔദ്യോഗിക കണക്കാണിത്. 21,000 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 22 മാസത്തിനിടയിൽ ഈ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടത്. വെടിയുണ്ടകൾ തറച്ചും പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായും മരിച്ച കുഞ്ഞുങ്ങൾ. ഇതുൾപ്പെടെ 65,000-ത്തിലധികം മനുഷ്യർ മരിച്ചുവെന്ന് ഔദ്യോഗിക കണക്ക് പറയുന്നു. യാഥാർത്ഥ്യം എത്രയോ അകലെയാണ്. മരിച്ച് ജീവിക്കുന്ന ലക്ഷങ്ങൾ, ഉറ്റവരെയും ഉടയവരെയും പിറന്ന വീടും മണ്ണും നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുന്നത് അനേക ലക്ഷം മനുഷ്യരാണ്. ഗാസയെ ഓർത്ത് വിലപിക്കാതിരിക്കാൻ മനുഷ്യത്വമുള്ളവർക്ക് എങ്ങനെ കഴിയും? സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 23 ലക്ഷം ജനങ്ങൾ താമസിച്ചിരുന്ന ഗാസ, ആ ജനത വെറും 45 സ്ക്വയർ മീറ്റർ സ്ഥലത്തേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വീടും ആശുപത്രികളും സ്കൂളുകളുമൊക്കെ എന്നോ തകർക്കപ്പെട്ടിരിക്കുന്നു. വിശപ്പകറ്റാൻ ലോകത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ജനതയ്ക്ക് ഭക്ഷണം പോലും നൽകുന്നതിന് തടയിടുന്ന ഭരണാധികാരികൾ. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത നയവുമായി മാത്രമാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞാലും നടക്കുന്നത് വംശഹത്യ തന്നെയാണ്. ഉന്മൂലനം ചെയ്യപ്പെടുന്നത് അറബ് വംശജരാണ്. പറയുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെ. ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ പറയുന്നു, 1948-ലെ ജനോസൈഡ് കമ്മീഷൻ അനുശാസിക്കുന്ന 5 കാര്യങ്ങളിൽ 4 ഗാസയിൽ നടന്നിരിക്കുന്നു. അഞ്ച് ക്രിമിനൽ പ്രവൃത്തികൾ വംശഹത്യയായി കണക്കാക്കുന്നുണ്ട് 1948-ലെ ജനോസൈഡ് കമ്മീഷൻ രൂപീകരിച്ച നിയമവ്യവസ്ഥ അനുസരിച്ച്. ഒരു വംശത്തിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ഒരു പ്രദേശത്തെ അംഗങ്ങളെ കൊല്ലുക, അവർക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം വരുത്തുക, അവരെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ആ വംശജരുടെ ജനനം തടയുക, അല്ലെങ്കിൽ കുട്ടികളെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് നിർബന്ധിച്ച് മാറ്റുക. ഇതിൽ 4 ഗാസയിൽ സംഭവിച്ചുവെന്ന് പ്രകടമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഇത് നിഷേധിക്കുകയാണ്. ഹമാസിനെ മാത്രം ലക്ഷ്യമിടുന്ന ആക്രമണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. ഇസ്രായേലിന്റെ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ
മനുഷ്യാവകാശം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് തന്നെ പറയുന്നുണ്ട്. ഗാസ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുകയാണ് ലക്ഷ്യം. ഇസ്രയേലിന്റെ പ്രതിരോധ സേന IDF തങ്ങളുടെ ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ്സിന്റെ 2ാം ഘട്ടം ഇതിനായി ആരംഭിച്ചിരിക്കുന്നു. കരയുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ഇസ്രയേൽ ടാങ്കുകൾ 3 ഭാഗത്തു നിന്ന് നഗര കേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് വ്യോമാക്രമണവും നടക്കുന്നത്. ആയിരക്കണക്കിന് ഹമാസ് അംഗങ്ങൾ ഗാസ സിറ്റിയിലുണ്ടെന്നും 2 മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കുമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇസ്രയേൽ നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് 48 മണിക്കൂർ നേരത്തേക്ക് തുറന്നിരുന്നു. ഗാസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി നഗരം വിടാം. ലക്ഷങ്ങൾ പലായനം ആരംഭിച്ചതോടെ തെക്കൻ ഗാസയിലേക്കുള്ള പാതകൾ സ്തംഭിക്കുകയും രാജ്യാന്തര തലത്തിൽ വിമർശനം ശക്തമാകുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി. ജീവനും കയ്യിൽ പിടിച്ചോടുന്നവർക്ക് നേരെയും വ്യോമാക്രമണം നടക്കുന്നുണ്ട് എന്നതാണ് അതിലേറെ സങ്കടകരം. ദ്വിരാഷ്ട്ര പരിഹാരമായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ UN മുന്നോട്ട് വെച്ച പരിഹാരമാർഗം. UN പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രമേയം 142 വോട്ടുകൾക്ക് പാസായി. ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ബഹുഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചത്. മധ്യസ്ഥരായി നിന്ന ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെയും ആക്രമണം നടത്തിയതിനാൽ അറബ് രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് പൂർണ്ണതോതിൽ ഇനി ഇടപെട്ടേക്കില്ല. അമേരിക്ക ആകട്ടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തെ വീണ്ടും വീറ്റോ ചെയ്തിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷത്തോടടുക്കുന്നു. ഇതിനിടെ US ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ഇത് 6ാം തവണയാണ്. പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കാത്തതും ഇസ്രയേലിന്റെ ആത്മരക്ഷാ അവകാശത്തെ അംഗീകരിക്കാത്തതുമാണ് വീറ്റോയ്ക്ക് കാരണമെന്ന് US പ്രതിനിധി മോർഗൻ ഓർട്ടഗസ് ന്യായീകരിച്ചു. ബന്ദികളുടെ മോചനവും മാനുഷിക സഹായത്തിനുള്ള തടസ്സങ്ങൾ നീക്കലും ആവശ്യപ്പെട്ടിരുന്ന പ്രമേയത്തിന് 14 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും 15 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷാ കൗൺസിലിൽ ഒരു രാജ്യം വീറ്റോ ചെയ്താൽ തന്നെ ആ പ്രമേയം പരാജയപ്പെടും. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പലസ്തീൻ ജനതയ്ക്കായി നിലകൊള്ളേണ്ട ഈ സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷ എന്താണ്? ഒരു ജനതയെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗാസയെ തൂക്കി വിൽക്കാനുള്ള ഇസ്രയേൽ അമേരിക്ക റിയൽ എസ്റ്റേറ്റ് പദ്ധതിക്ക് എങ്ങനെ തടയിടാനാകും? ഈ മനുഷ്യക്കുരുതി എങ്ങനെ അവസാനിപ്പിക്കാനാകും? ഗാസയിൽ സമാധാനം പുലരാൻ ഇനി നിർണായകം ഫ്രാൻസും സൗദിയും ചേർന്ന് നയിക്കുന്ന അടുത്ത യോഗമാണ്. ഈ മാസം 22-നാണ് യോഗം. UN-ൽ വലിയ പിന്തുണ ഇതിനോടകം ഈ നീക്കത്തിനുണ്ട്. കൂടുതൽ രാഷ്ട്രങ്ങൾ കൈകോർത്താൽ അത് വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രത്തിലെ തന്നെ 2ാമത്തെ ബ്രിട്ടൻ വിസിറ്റ്. ആഡംബരത്തിന്റെയും രാജകീയ പ്രോട്ടോക്കോളിന്റെയും ചട്ടക്കൂടിനപ്പുറം യുദ്ധകാല പിന്തുണയുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവമായ രാഷ്ട്രീയ സന്ദേശമായി ഈ സന്ദർശനത്തെ വ്യാഖ്യാനിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ രക്ഷകനാകാൻ ചാൾസ് രാജാവ് രംഗത്തോ? ട്രംപിന്റെ സന്ദർശനം ഒരു തുറുപ്പുചീട്ടായി മാറുമോ?
ട്രംപിനായി ഒരുക്കുന്ന രാജകീയ സ്വീകരണം ആഡംബരവും ഘോഷയാത്രകളും നിറഞ്ഞ ഒരു ഔപചാരികതയായി തോന്നുമെങ്കിലും അതിനു പിന്നിൽ യുക്രൈനിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഒരു പ്രതീകാത്മക സന്ദേശം കൂടിയുണ്ട്. വിരുന്ന് സൽക്കാരം, സ്റ്റേറ്റ് ഡൈനിങ് റൂമിലെ ഉച്ചഭക്ഷണം, വൈറ്റ് ടൈ സ്റ്റേറ്റ് വിരുന്ന് തുടങ്ങിയ പരിപാടികൾക്കൊപ്പം യുക്രൈനിന് പിന്തുണ നൽകുന്നതിനുള്ള ചർച്ചകൾക്കും ഇതൊരു വേദിയാകാം. ചാൾസ് രാജാവിന്റെ ഈ നടപടിയെ അധികാരത്തിന്റെ തുടർച്ചയും യുദ്ധകാലത്ത് ഒരു ജനതയുടെ ന്യായമായ പോരാട്ടത്തെ പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്വവുമായി വിലയിരുത്താം. യുക്രൈനിന്റെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു നയതന്ത്ര വേദിയാകാനുള്ള സാധ്യതയും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ കുത്തൊഴുക്കുകൾക്കിടയിൽ എങ്ങനെ പുതിയ വഴികൾ തേടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമായും ഈ കൂടിക്കാഴ്ചയെ കാണാം. ചാൾസ് മൂന്നാമൻ രാജാവുമായുള്ള ട്രംപിന്റെ ദീർഘകാലമായുള്ള സൗഹൃദം ഒരു പുതിയ നയതന്ത്ര ആയുധമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇതോടെ തന്ത്രങ്ങളും വിവിധ നയതന്ത്ര മാർഗങ്ങളും മെനയുക എന്നത് യുക്രൈന്റെയും സഖ്യകക്ഷികളുടെയും ആവശ്യമാണ്. മാത്രമല്ല, യുക്രൈനിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ യുക്രൈനോടുള്ള തന്റെ സഹാനുഭൂതിയും പിന്തുണയും പലപ്പോഴും നേരിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴായി യുക്രൈനോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചാൾസ് രാജാവിന്റെ അടുപ്പം സമാധാന ചർച്ചകൾക്ക് പ്രേരകമായി തീരാമെന്നും കരുതുന്നു. ഓവൽ ഓഫീസിൽ സെലൻസ്കിയോട് ട്രംപ് കാട്ടിയ അനാദരവ് പിന്നീട് യുക്രൈനിന് വലിയ വെല്ലുവിളി ആയപ്പോൾ രാജാവിന്റെ പിന്തുണയോടെ പുതിയൊരു തന്ത്രപരമായ വഴി കണ്ടെത്താൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയും ഇതോടെ ഉയരുകയാണ്. അതോടൊപ്പം യുക്രൈന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയുടെ പിന്തുണ തുടർന്ന് നിലനിർത്തുക എന്നതാണ്. രാജാവിന്റെ പിന്തുണയോടെ ഇത് സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ആഡംബരവും രാജകീയ ചടങ്ങുകളും മറികടന്ന് യുദ്ധം തുടരുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയെയും ഭാവിയെയും കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ സന്ദർശനമെന്നതിൽ സംശയമൊന്നുമില്ല. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി ഭീഷണി അടുത്ത തലങ്ങളിലേക്ക് പോവുകയാണ്. ഇത്തവണ ട്രംപിന്റെ വാക്കുകളിൽ നാറ്റോ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. നാറ്റോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും ഈ നടപടി തുടരുന്ന ചൈനയ്ക്ക് മേൽ 100% നികുതി ചുമത്തണമെന്നുമാണ് ആവശ്യം. എന്നാൽ ഇന്ത്യയുടെ പേര് ട്രംപ് പരാമർശിക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ ഉണ്ടാകില്ലെന്നായിരുന്നു ട്രംപിന്റെ മുൻ വാക്കുകൾ. എന്നാൽ പഠിച്ച പണി 18 പയറ്റിയിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പല രാജ്യങ്ങളും ഇപ്പോഴും റഷ്യയുമായി ഇടപാടുകൾ തുടരുന്നതാണ് ഇതിന് കാരണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. രാജാവിന്റെ ഈ സൗഹൃദ നീക്കം ആഴത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ പ്രതീകമായും മാറിയേക്കും. പക്ഷേ ട്രംപിന്റെ മനസ്സ് മാറ്റുമോ? റഷ്യയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം രാഷ്ട്രീയമായി നടപ്പാക്കപ്പെടുമോ എന്നതിലും വ്യക്തതയില്ല. അനന്തമായി നീളുന്ന രക്തച്ചൊരിച്ചിലുകൾക്ക് അറുതി വരുത്തുമോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായി നിർണായക ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് റഷ്യ. ലക്ഷ്യം അമേരിക്കയ്ക്ക് ബദൽ സുരക്ഷയോ എന്ന ചോദ്യമാണ്. വേണ്ടി വന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം അറബ് രാജ്യങ്ങളിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് റഷ്യയുടെ നീക്കം. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ്
ഗൾഫ് രാജ്യങ്ങളിൽ പരക്കെ പടർന്നിരിക്കുന്നത്. അമേരിക്ക സുരക്ഷ നൽകുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക താവളം സ്വന്തം രാജ്യത്ത് അനുവദിച്ചിരുന്നത്. ഇറാഖ് കുവൈറ്റ് യുദ്ധത്തോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അനിവാര്യത ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അവരുടെ ഈ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിക്കുന്ന ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിൽ നടത്തിയിരിക്കുന്നത്. ഇത് മുതലെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിപ്പോൾ റഷ്യ നടത്തുന്നതും. വേണ്ടിവന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നടത്തുമെന്ന പ്രഖ്യാപനവും ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക അവരുടെ 51ാമത്തെ സംസ്ഥാനമായി കാണുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന്റെ രൂപീകരണം മുതലുള്ള അടുപ്പവും സഹകരണവുമാണത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ വിട്ടൊരു കളി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അത് ട്രംപ് ഭരിച്ചാലും ബൈഡൻ ഭരിച്ചാലും അമേരിക്കയുടെ ഈ പോളിസി മാറുകയുമില്ല. സാമ്പത്തികമായും സൈനികമായും എല്ലാം ഇസ്രായേലിന് ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാവുന്ന ഉറച്ച പങ്കാളിയാണ് അമേരിക്ക. ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും ഈ സഹകരണം ലോകം കണ്ടതാണ്. ഇസ്രായേൽ നടത്തുന്ന എല്ലാ ക്രൂരതകൾക്ക് മുൻപിലും കണ്ണടയ്ക്കുന്ന അമേരിക്ക ആ പതിവ് ശൈലി തന്നെയാണ് ഖത്തറിൽ നടന്ന ആക്രമണത്തിലും ഇപ്പോൾ തുടർന്നിരിക്കുന്നത്. ഖത്തറിൽ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം അറിഞ്ഞില്ലെന്ന് പറയുന്ന ട്രംപ് ലോകത്തിനു മുന്നിൽ വീണ്ടും അപഹാസ്യനായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിന്റെ ആകാശത്ത് മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് തിരിച്ചറിയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ആർക്കും ആക്രമിച്ച് ഭസ്മമാക്കാം എന്നത് അമേരിക്ക തന്നെ അംഗീകരിച്ച് തരുന്നുവെന്ന് വേണം കരുതാൻ. ഈ സാധ്യതയാണ് റഷ്യ മുന്നിൽ കാണുന്നത്. ട്രംപിന്റെ ഈ വാദം അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുന്നത്. ട്രംപിന്റെ അനുമതി വാങ്ങി ഇസ്രായേൽ നടത്തിയ ആക്രമണമായി തന്നെയാണ് ഖത്തറും ഈ ആക്രമണത്തെ കാണുന്നത്. ഇക്കാര്യം മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ ഖത്തർ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയും UAEയും ഉൾപ്പെടെ മറ്റ് ഏത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേൽ സമാനമായ ആക്രമണം നടത്തുമെന്ന ഭീതിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കണമെന്ന ആവശ്യമാണ് ശക്തിപ്പെട്ടിരിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് റഷ്യയും ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാൻ തയ്യാറാണെന്ന സന്ദേശമാണ് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റഷ്യയും ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണ കൗൺസിലും തമ്മിലുള്ള തന്ത്രപരമായ സംഭാഷണത്തിന്റെ 8ാമത് സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഇത് സംബന്ധമായ ചർച്ചയും നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷവും ഇസ്രായേൽ അവരുടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ വലിയ പടയൊരുക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നത്. ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സംവിധാനമായി മാറുകയാണ്. അമേരിക്കൻ ചേരി വിട്ട് റഷ്യൻ ചേരിയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ബ്രസീലും എല്ലാം നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളും ബ്രിക്സിൽ ചേരാനുള്ള ശ്രമം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം പുടിൻ ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ സൈനിക സഹകരണം സംബന്ധിച്ച കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റഷ്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയെ അമേരിക്കയും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് എതിരെ ഉയർന്നുവരുന്ന വികാരത്തെ റഷ്യ മുതലെടുക്കുമെന്ന ആശങ്കയാണ് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നട്ടെല്ലാണ്
തകർക്കപ്പെടുക. പതിറ്റാണ്ടുകളായി ലോകരാഷ്ട്രീയം അമേരിക്കയുടെ സംരക്ഷണത്തിൽ തഴച്ചു വളർന്ന ഒരു ലോകത്തെയാണ് കണ്ടത്. എന്നാൽ ആ കാലഘട്ടം അവസാനിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അതിജീവനത്തിനുള്ള അമേരിക്കയുടെ താല്പര്യം മാത്രം മതിയായിരുന്നു മുൻപ് അതിൻ്റെ നിലനിൽപ്പിന്. ഇന്ന് അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു. അതിൻ്റെ ഏറ്റവും പഴയ സഖ്യകക്ഷികൾ പോലും സ്വന്തം നിലനിൽപ്പിനായി പുതിയ വഴികൾ കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു. ഈ മാറ്റം ഏറ്റവും വ്യക്തമായി കാണുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായ ഇസ്രായേൽ അമേരിക്കയുടെ സംരക്ഷണത്തിന്റെ പരിമിതികൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. പല അയൽക്കാരുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ലെബനൻ, സിറിയ, ഇറാൻ, യമൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ സൈനിക നടപടികൾ ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും നയതന്ത്രപരമായ നീക്കങ്ങളെക്കാൾ കൂടുതൽ യുദ്ധോപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അക്രമങ്ങൾ അവസാനിക്കില്ല. എന്നാൽ അമേരിക്കൻ താൽപര്യങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന പഴയ ലോകക്രമത്തിലെ വൈകല്യങ്ങൾ ഇല്ലാതാകും. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ പുതിയ, കൂടുതൽ കർശനമായ എന്നാൽ സന്തുലിതമായ സംവിധാനങ്ങൾ രൂപം കൊള്ളുകയാണ്. ഈ പുതിയ ലോകം ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. ഈ സൈനിക നടപടികൾ തന്ത്രപരമായ നേട്ടങ്ങൾ നൽകുകയും ആഭ്യന്തര പിന്തുണ നേടാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം മുൻപെങ്ങുമില്ലാത്ത വിധം ഒറ്റപ്പെടലിലേക്ക് നീങ്ങുന്നു. ഈ ഒറ്റപ്പെടൽ അവരെ വീണ്ടും വീണ്ടും സൈനിക നടപടികളിലേക്ക് നയിക്കുന്നു. നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ മാത്രമേ പ്രാദേശിക അംഗീകാരം നേടാൻ കഴിയൂ എന്ന ചിന്തയിലാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് അമേരിക്കയുടെ നാശത്തിന് കാരണമാകില്ല എന്ന ധാരണ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിനെ യൂറോപ്പിനേക്കാളും ഏഷ്യയെക്കാളും സുരക്ഷിതമായ ഒരു മേഖലയായി കണക്കാക്കാൻ കാരണമായി. എന്നാൽ ആ ധാരണയാണ് ഇസ്രായേലിന്റെ നയതന്ത്രപരമായ ബലഹീനതയ്ക്ക് പ്രധാന കാരണം. ആധുനിക മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നില്ല. അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളിലും ഈ മാറ്റം ദൃശ്യമാണ്. യൂറോപ്പിൽ റഷ്യ ഉയർത്തുന്ന വെല്ലുവിളികൾ അമേരിക്കയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നാറ്റോയുടെ ഉറപ്പുകൾ വെറും കടലാസുകൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുന്നു. എല്ലാ കാലത്തും പാകിസ്ഥാനൊപ്പം നിന്ന അമേരിക്കയെ തള്ളിയാണോ സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ പുതിയ കരാർ എന്നതും ശ്രദ്ധേയമാണ്. ഏഷ്യയിൽ ചൈനയുടെ ഉയർച്ച സന്തുലിതാവസ്ഥ മാറ്റിയതോടെ ജപ്പാനും ദക്ഷിണ കൊറിയയും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ആണവ യുദ്ധത്തിലേക്ക് പോകാൻ ജപ്പാനും ദക്ഷിണ കൊറിയയും ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയ്ക്ക് വിദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ സഖ്യകക്ഷികൾ കൂടുതൽ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുന്നു. ഇത് കൂടുതൽ സ്വതന്ത്രമായ തന്ത്രങ്ങൾക്കും പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്കും അനിവാര്യമായും കൂടുതൽ സംഘർഷങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നയതന്ത്രപരമായ ബലഹീനത പരിഹരിക്കാൻ സൈനിക സമ്മർദ്ദം തുടർച്ചയായി ഉപയോഗിക്കുന്നതിന് കാരണമാകും. ഇത് ആ രാജ്യത്തിന്റെ നാശത്തിലേക്കാണ് നയിക്കുക എന്നത് നെതന്യാഹു മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. യൂറോപ്പിൽ നാറ്റോയുടെ ഉറപ്പുകൾ ദുർബലമാണെന്ന് വ്യക്തമാകുമ്പോൾ ഏഷ്യയിൽ ആണവശക്തികളായി മാറാൻ സഖ്യകക്ഷികൾ ശ്രമിച്ചേക്കാം. ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ദുഷ്കരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിനാൽ സഖ്യകക്ഷികൾ ഇനി സുരക്ഷിതമായ സ്ഥലങ്ങളല്ല, മറിച്ച് അപകടകരമായ ഭാരങ്ങളാണ്.
നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് പാക് സൗദി കരാറിലെ വ്യവസ്ഥ. ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തൽ. ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് നാറ്റോയുടെ നിലപാട്. രാജ്യങ്ങൾ സ്വന്തം നിലനിൽപ്പിനായി പൊരുതുമ്പോൾ പഴയ ലോകക്രമത്തിന്റെ മിഥ്യാധാരണകൾ ഇല്ലാതാകും. ഇതുമൂലം കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള ഒരു ലോകം ഉയർന്നു വരികയും ചെയ്യും. പുതിയ ലോകക്രമത്തിലേക്കെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ഇനി എന്താകും ട്രംപിന്റെയും അമേരിക്കയുടെയും നീക്കം? ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയ ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ രംഗത്ത് വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു. ഇത് വെറും ഒരു സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഓസ്ട്രേലിയയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം കൂടിയാണ്. ബ്രിട്ടൻ, അമേരിക്ക എന്നിവരുമായി ചേർന്ന് രൂപീകരിച്ച ഔക്കസ് കരാറിന്റെ ഭാഗമാണിത്. പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തിയെ ചെറുക്കാൻ ഓസ്ട്രേലിയയുടെ ദീർഘദൂരാക്രമണ ശേഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ആണവ അന്തർവാഹിനികൾ പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ ഓസ്ട്രേലിയയ്ക്കില്ല. എന്നാൽ ഈ പുതിയ നിക്ഷേപത്തിലൂടെ 15 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 അമേരിക്കൻ വിർജീനിയ ക്ലാസ് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനും ഭാവിയിൽ സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനും ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നു. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കായി കപ്പൽശാല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന് $12 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ഹെൻഡേഴ്സൺ ഡിഫൻസ് പ്രിസിങ്ക്റ്റ് എന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ വികസനത്തിനായിട്ടാണ് ഈ ഭീമമായ തുക വിനിയോഗിക്കുക. ഈ $12 ബില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപം ഹെൻഡേഴ്സൺ കേന്ദ്രത്തെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പ്രതിരോധ ഹബ്ബാക്കി മാറ്റും. ആണവോർജ്ജ അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള ഉയർന്ന സുരക്ഷാ ഡോക്കുകൾ, ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ, ഭാവിയിൽ ജപ്പാനിൽ നിന്നുള്ള മൊഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. അമേരിക്കൻ നാവികസേന അവരുടെ ആണവ അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ കപ്പൽശാല ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മൊത്തം ചെലവ് $25 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പൽശാല വികസനം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതിരോധ നവീകരണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ്. ആണവ പദ്ധതി കൂടി ഉൾപ്പെടുന്ന ഔക്കസ് അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക്കിന്റെ കേന്ദ്ര ബിന്ദുവാകും. എന്നാൽ ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ഓസ്ട്രേലിയയ്ക്ക് മുന്നിലുണ്ട്. അന്തർവാഹിനികൾക്കുള്ള ആണവ സാങ്കേതികവിദ്യ അമേരിക്ക ആദ്യമായി നൽകിയത് 1958-ൽ ബ്രിട്ടനാണ്. ശീതസമരം കൊടുമ്പിരി കൊണ്ടുനിന്ന കാലത്ത് റഷ്യയെ നേരിടാനായിരുന്നു ആ നീക്കം. അതിനുശേഷം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യയുടെ ഉൾപ്പെടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ അമേരിക്ക ഓസ്ട്രേലിയയെ സഹായിക്കാനെത്തിയത് രണ്ടാം ശീതസമരം ശക്തമാക്കുന്നതിന്റെ സൂചനയാണ്. മുതലാളിത്ത സാമ്രാജ്യത്വ മേൽക്കോയ്മ ആഗോളതലത്തിൽ നിലനിർത്താനുള്ള അമേരിക്കയുടെയും സഖ്യശക്തികളുടെയും തന്ത്രപരമായ നീക്കത്തിന്റെ പുതിയ ആണവ അധ്യായമാണ് ഔക്കസിലൂടെ ആരംഭിക്കുന്നത്. നേരത്തെ ജപ്പാനിൽ നിന്ന് 11 മെഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ സ്വന്തമാക്കുമെന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി അടുത്ത 10 വർഷത്തിനുള്ളിൽ $10 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കും. ആദ്യത്തെ 3 ഫ്രിഗേറ്റുകൾ വിദേശത്ത് നിർമ്മിക്കുമെങ്കിലും ബാക്കിയുള്ളവ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിർമ്മിക്കാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേസമയം ഔക്കസ് കരാറിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സർക്കാർ പ്രവചനങ്ങളനുസരിച്ച് അടുത്ത 30 വർഷത്തിനുള്ളിൽ ഈ പദ്ധതിക്ക് $235 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ഈ കരാർ എത്രത്തോളം യോജിക്കും എന്നതും
പ്രതിസന്ധിയാണ്. ഇക്കാര്യങ്ങൾ മുന്നിലുണ്ടെങ്കിലും കരാറിന്റെ ഭാവിയിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് ആത്മവിശ്വാസമുണ്ട്. ഔക്കസ് കരാർ മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക സ്വകാര്യമായി ഉറപ്പു നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. ഈ നിക്ഷേപം ഓസ്ട്രേലിയയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ അധികാര സന്തുലനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ രാജ്യത്തെ സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയെ ചെറുക്കാനുള്ള ഊർജവും ഓസ്ട്രേലിയക്ക് ലഭിക്കും എന്നതാണ്. സമാധാനത്തിന്റെയും നീതിയുടെയും പുലരിക്കായി പ്രാർത്ഥിക്കണമെന്നാണ് ലയോ 14 മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തത്. യുദ്ധദുരിതം നേരിടുന്ന പലസ്തീൻ ജനതയ്ക്കൊപ്പം അണിചേരുക എന്നത് മനുഷ്യത്വത്തിനൊപ്പം അണിചേരുക എന്നത് തന്നെയാണ്. ലക്ഷ്യം എന്തു തന്നെയായാലും മനുഷ്യരെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന, പട്ടിണിക്കിടുന്ന ഒരു നീക്കവും നീതീകരിക്കാനാവില്ല. യുദ്ധമില്ലാത്ത കാലം സ്വപ്നം കണ്ട് പ്രതീക്ഷകൾ ബാക്കി വെച്ച് കാത്തിരിക്കാം. ഇനി പുതിയ ലോക കാഴ്ചകളുമായി അടുത്ത വാരം കാണാം.